ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ശരണമന്ത്രങ്ങളാൽ മലയാളക്കര ഭക്തിസാന്ദ്രമാകുന്ന മണ്ഡലമാസത്തിന് തുടക്കമായി. ഇനിയുള്ള 41 നാളുകൾ പേരുകൾ പോലും വിസ്മൃതമായി അയ്യപ്പന്മാരാകുന്ന ഭക്തജനങ്ങളെ കൊണ്ട് നാടും നഗരവും നിറയും. ശ്രീ ധർമ്മശാസ്താവ് മണികണ്ഠനായിരുന്ന ബാല്യകാലത്ത് ആയുധാഭ്യാസം പഠിക്കാൻ വന്ന് താമസിച്ചിരുന്ന ആലങ്ങാട് ചെമ്പോരെ കളരിക്ക് പന്തളവാസനായിരുന്ന ശ്രീ അയ്യപ്പന്റെ പാദസ്പർശമേൽക്കാനുള്ള അസുലഭ ഭാഗ്യം കിട്ടിയത് കളരിക്കും നാടിനും ലഭിച്ച സുഹൃതം. 800 വർഷത്തിനുമേൽ പഴക്കമുള്ള ചെമ്പോരെ കളരിയുടെ അവകാശികളിൽ ഒരാളും ശ്രീ ധർമ്മശാസ്ത്ര ആലങ്ങാട് യോഗത്തിന്റെ രക്ഷാധികാരിയുമായ ചെമ്പോരെ ശ്രീകുമാറിന് ആ സ്മരണകൾ പോലും നിർവൃതിയാകുന്നു. മധ്യ തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി വളരെ അടുത്ത ബന്ധമുള്ള ചെമ്പോരെ കളരിയാണിത്. മണികണ്ഠസ്വാമിയായിരിക്കുന്ന സമയത്ത് ഈ കളരിയിൽ വന്ന് ആയോധനാഭ്യാസം പഠിച്ചിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ആലങ്ങാട് കൊടുവഴങ്ങയിലുള്ള ചെമ്പോര കളരി കാലപ്പഴക്കത്താൽ അറ്റകുറ്റപ്പണി നടത്തി രൂപഭേദം വന്നെങ്കിലും ശ്രീമണികണ്ഠന്റെ അദൃശ്യ സാന്നിധ്യത്താൽ ഭക്തജനങ്ങൾ പവിത്രമായ പുണ്യസങ്കേതമായി കണ്ട് വണങ്ങുന്നു. ശ്രീമണികണ്ഠൻ മറവപ്പടയുമായുള്ള യുദ്ധത്തിനായി ആലങ്ങാട്ടെ അഭ്യാസികളുമായി പോയി വിജയിച്ചു വന്നതിന്റെ സ്മരണയ്ക്കായി പന്തളത്ത് മഹാരാജാവ് സമ്മാനിച്ച ഗോളകയും കൊടിക്കൂറയുമെല്ലാം ശ്രീധർമ്മശാസ്ത്ര ആലങ്ങാട് യോഗത്തിന്റെ കുന്നുകരയിലുള്ള സ്ട്രോങ് റൂമിൽ ഇന്നും സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ട്. കളരിക്ക് തൊട്ടടുത്തായി ചെമ്പോര തറവാട്ടുകാരുടെ ഉടമസ്ഥതയിലുള്ള മഹാവിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. കാനന ഭംഗിയുടെ പശ്ചാത്തലത്തിൽ മണികണ്ഠന്റെ ദൈവിക സ്മൃതിയിൽ ലയിച്ചു നിൽക്കുന്ന ചെമ്പോരെ കളരി ദൈവിക പരിവേഷത്തിനും അപ്പുറം ചരിത്ര പ്രാധാന്യവും അർഹിക്കുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ മുദ്രകളോടുകൂടിയ കളരിക്ക് രാജകുടുംബത്തിന്റെ അംഗീകാരമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് ഇന്നും ശേഷിക്കുന്നുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന വാളുകളും ആയിരക്കണക്കിന് അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങളുമെല്ലാം പൈതൃക തിരുശേഷിപ്പുകളായി ഇന്നും ഭദ്രമായി സൂക്ഷിക്കുന്നു. പന്തളം രാജാവിന്റെ പടത്തലവനായിരുന്ന കാമ്പള്ളി തറവാട്ടിലെ കാരണവരുടെ പിൻഗാമികൾക്കാണ് വെളിച്ചപ്പാട് എന്ന സ്ഥാനത്തോടെ തിരുവാഭരണത്തിന് അകമ്പടി സേവിക്കുവാനുള്ള അവകാശം. അയ്യപ്പൻ 400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയാണ് കളരി അഭ്യസിക്കാൻ വന്നിരുന്നതും എല്ലാ വർഷവും വൃശ്ചികം 1 മുതൽ മകരവിളക്ക് വരെ നല്ല രീതിയിൽ ആ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ വെളിച്ചപ്പാട് മുപ്പത്തടം കാമ്പള്ളി വേണുഗോപാലാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ.